തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണ് എന്നെ കൊണ്ടുപോയില്ല. എന്തിനാ കരയുന്നത്? ഞാനില്ലേ എന്ത് എടുക്കണോ? ചിറകുകൾ നീർത്തി വീശിവാവാ നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുവി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാരിവാ പാരിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ വാതായനമിതിലേ കാലുകളിടറാതെ ശിരസിൻ ധീരത കുനിയാതെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം പുതു പുതു നാം ഉണർത്തുവാൻ വാ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങളായി കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുവി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാരിവാ പാരിവാ വാതായനമിതിലേ കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുമായി പാരിവാ പാരിവാ വിദ്യാലോകം നേടിടാ ആദരണീയ രക്ഷകർത്താക്കളെ, അധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ പയ്യാറ്റിൻകുഴി കൊല്ലം സംഘടിപ്പിക്കുന്ന പ്രവേശനോത്സവം 2027 എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ മറ്റൊരു അധ്യയന വർഷത്തിന് നമ്മുടെ വിദ്യാലയത്തിലെ ഓരോ കുഞ്ഞിനെയും സ്നേഹത്തോടെയും കരുതലോടെയും അറിവിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഈ സുദിന നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷികളാവുന്ന ഈ നിമിഷത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാ ഗാനത്തോടുകൂടി തുടക്കം കുറിക്കാം. സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കൂടി സ്വീകരിക്കുന്ന ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിന് സ്വാഗതാശംസകനായി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സംഘടിപ്പിച്ചു. ഓരോ കുട്ടിയും ഒരു പ്രകാശമാണ്. ആ പ്രകാശം ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന മഹത്തായ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവേശനോത്സവം 2026 ആഘോഷിക്കുന്ന ഈ വേളയിൽ
എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിന്റെയും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന FIH കോൺഗ്രിഗേഷന്റെ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഉഷറ്റ മേരി, ഇന്നത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സന്നിഹിതയായിരിക്കുന്ന കൊല്ലം ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട ശ്രീമതി ആനി ജൂലി തോമസ് IAS, ആശംസകൾ അർപ്പിക്കുന്ന കൊല്ലം DEO ബഹുമാനപ്പെട്ട ശ്രീമതി ആവണ ശ്രീ ഉദയൻ KS, PTA പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ കുഞ്ഞൻ, ഫാദർ PTA ശ്രീ രജിലാൽ, നന്ദി പ്രകാശനം നടത്തുന്ന ശ്രീമതി രജന, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷിതാക്കളെ, എല്ലാറ്റിലും ഉപരി എന്റെ സ്നേഹം നിറഞ്ഞ കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. വിദ്യാലയ മുറ്റത്ത് വീണ്ടും അറിവിന്റെയും നന്മയുടെയും പുതിയൊരു അധ്യയന വർഷം വിരലെത്തുകയാണ്. സ്പെഷ്യൽ സ്കൂളിന്റെ ചരിത്രത്താളുകളിൽ മറ്റൊരു പൊൻതൂവലായി മാറാൻ പോകുന്ന പ്രവേശനോത്സവം 2026 നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിമിതികളെ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ തങ്ങളെ പ്രാപ്തരാക്കുന്ന ഈ വിദ്യാലയത്തിലേക്ക് പുതിയതായി കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ നാം ഏറെ സ്നേഹത്തോടെയാണ് വരവേൽക്കുന്നത്. ഈ ചടങ്ങിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ വലിയൊരു മാർഗദർശിയായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഉഷറ്റ മേരിയാണ്. സിസ്റ്ററിന്റെ സാന്നിധ്യം ഈ ചടങ്ങിന് വലിയൊരു അനുഗ്രഹമാണ്. സിസ്റ്ററിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചെറിയ വിദ്യാലയത്തിലെ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനും അവർക്ക് പ്രചോദനം നൽകാനുമായി ഇന്ന് നമ്മുടെ ഇടയിലുള്ളത് കൊല്ലം ജില്ലയുടെ കരുത്തുറ്റ സാരഥി ശ്രീമതി ആനി ജൂലി തോമസ് IAS ആണ്. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും നമുക്കായി സമയം മാറ്റിവെച്ച ബഹുമാനപ്പെട്ട കളക്ടറെ ആദരപൂർവ്വം ഈ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച കൊല്ലം DEO അഖില ശ്രീ ഉദയൻ KS അവരുടെ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലുള്ള നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ കുഞ്ഞൻ, ഫാദർ PTA ശ്രീ രജിലാൽ എന്നിവരെയും ആശംസകൾ അർപ്പിക്കാനായി എത്തിയ മറ്റു വിശിഷ്ട അതിഥികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിലെ അറിവിനെ വെളിച്ചം പകരുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചെറുപ്പ് നൽകുന്ന രക്ഷിതാക്കൾ, നന്ദി പ്രകാശിപ്പിക്കാൻ എത്തുന്ന ശ്രീമതി രചന എന്നിവരെയും ഒപ്പം ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രാർത്ഥനയോടെ എത്തിയ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. ഈ സമയത്തിന്റെ അധ്യക്ഷ സ്വർഗം അനുവദിക്കുന്നതിന് FIH കോൺഗ്രിഗേഷൻ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറലായ സിസ്റ്റർ ഉഷറ്റ മേരിയാണ്. സിസ്റ്ററിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചു. ആദരണീയായ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂലി തോമസ്, കൊല്ലം DEO ശ്രീമതി അഖില ഉദയൻ, ശ്രീ ഇസ്മായിൽ കുഞ്ഞൻ, ശ്രീ രജിലാൽ, ശ്രീമതി രചന, എല്ലാ അതിഥികളെയും, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, നമ്മുടെ വൈസ് പ്രിൻസിപ്പളായ സിസ്റ്റർ ജസമ്മ, ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വലിയ ദൈവസ്തുതി. 1884 ഒരു പുണ്യശ്ലോകനായ വൈദികന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞതാണ് അഭ്യസ്ത വിദ്യായ സ്ത്രീ കുടുംബത്തിന്റെ പ്രകാശം എന്ന്. അങ്ങനെയുള്ള ഒരു മുദ്രാവാക്യത്തോടെ അതേ നാട്ടിലുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് സന്യാസ പരിശീലനം നൽകുകയും ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്മകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയുടെ പുതിയ കളക്ടറായ ശ്രീമതി ആനി
ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതിന് 2 വാക്ക് നമ്മോട് സംസാരിക്കുന്നതിന് മാഷി. അധ്യക്ഷ പദം അലങ്കരിക്കുന്ന അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഉഷിത മേരി, ഈ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജസമ്മ, എന്റെ സഹപ്രവർത്തകർ കൂടിയായ DEO കൊല്ലം ശ്രീമതി അഖില സിയുടെ KAS, PTA പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ കുൻ, ഫാദർ PTA ശ്രീ രജില, വിമല ഹൃദയം സ്പെഷ്യൽ സ്കൂളിലെ എന്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഏവർക്കും നമസ്കാരം. ഞാൻ തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ ജില്ലയിലെ കളക്ടറായിട്ട് ചാർജ് എടുത്തത്. 2026-27 സ്കൂളിന്റെ സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്കൂളുകാർ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എല്ലാവർക്കും ഓടിയെത്തുക എന്ന് പറയുന്നത് മാനുഷികമായിട്ട് അസാധ്യമാണ്. പിന്നീട് കാലവർഷം തുടങ്ങുന്നു. ഇവിടുത്തെ ഒരുപാട് പണികള്, പുതിയൊരു കളക്ടർ, ഒരുപാട് ചലഞ്ചസ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്, എവിടെയുണ്ട് ഒരു സ്പെഷ്യൽ സ്കൂൾ അവിടെ എനിക്ക് പോകാൻ താല്പര്യം. അങ്ങനെയാണ് വിമല ഹൃദയ സ്പെഷ്യൽ സ്കൂളിലേക്ക് വരാനായിട്ട് ഇടയായത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന, കരുണയോടെ കരമുയറ്റുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന സഭയുടെ ഉദാത്ത ഉദാഹരണമാണ് ഈ സ്കൂൾ. സ്നേഹത്തിന്റെയും കരുണയുടെയും ക്രിസ്തു പഠിപ്പിച്ച പാഠം നമ്മുടെ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത്. നമുക്കറിയാം, എല്ലാവിധത്തിലും ആരോഗ്യവും ബുദ്ധിയുമുള്ള കുഞ്ഞുങ്ങള് പലപ്പോഴും സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് വരുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ഇത്തരത്തിൽ സ്പെഷ്യലായ കുഞ്ഞുങ്ങളെ അവരുടെ ബൗദ്ധികമായ വികസനം, ആരോഗ്യപരമായ കാര്യങ്ങൾ, ഇതിലെല്ലാം ശ്രദ്ധ ചെലുത്തി ഇവരെ മുൻപന്തിയിലേക്ക്, സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ സ്കൂളിലെ ടീച്ചേഴ്സും ഒപ്പം ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും നൽകി വരുന്നത്. ഞാൻ നിങ്ങളെ പ്രത്യേകം കൊല്ലം ജില്ലയുടെ കളക്ടർ എന്ന പേരിൽ അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സ്, അധ്യാപനം എന്ന് പറയുന്ന ഒരു തപസ്യാണ്. എന്നാൽ അതിലൊക്കെ വലിയ തപസ്യാണ് ഈ കുഞ്ഞുങ്ങളുടെ അധ്യാപകരാകുക എന്നുള്ളത്. ഞാൻ നിങ്ങളെ കൊല്ലം ജില്ലയുടെ കളക്ടർ എന്ന നിലയിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുവാൻ ഇന്നത്തെ അധ്യാപകർ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വലിയൊരു ചലഞ്ച് ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങൾ കാണിച്ച ധൈര്യം, നിങ്ങൾ കാണിച്ച സ്നേഹം, നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയൊരു മനോഹരമായ സൃഷ്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ. അത് ആരുടെ കയ്യിൽ എത്തണം എന്നുള്ള ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കൊല്ലത്തിന്റെ കളക്ടർ എന്ന നിലയിൽ ഈ ഒരു പ്രത്യേക സ്കൂളിന്റെ ഏത് ആവശ്യങ്ങളിലും സർക്കാരിന്റെ പേരിൽ, കളക്ടറുടെ പേരിൽ, സമൂഹത്തിന്റെ പേരിൽ ഏത് തരത്തിലുള്ള സഹായമാണോ ആവശ്യം അവിടെ ഇടപെടുവാനും അവിടെ പ്രതികരിക്കുവാനും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും കളക്ടർ എന്ന നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ടും എല്ലാ നന്മകളും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ടും എന്നെ ഇവിടെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞു, എനിക്കൊരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും
ഈ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്കൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ സിസ്റ്റർ ഉഷ കമ്മിറ്റി, നമ്മുടെ ഈ ഒരു പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ലം ജില്ലയുടെ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS മാഡം, സ്വാഗതം ആശംസിച്ച സിസ്റ്റർ ജസമ്മ, ആശംസകൾ അറിയിക്കുന്ന PTA പ്രസിഡന്റ് ഇസ്മായിൽ കുൽ, ഫാദർ PTA ശ്രീ റെജിലാൽ, ശ്രീമതി രജീന, പ്രിയപ്പെട്ട സ്പെഷ്യൽ കുട്ടികളെ, പ്രിയപ്പെട്ട സ്പെഷ്യൽ പാരൻസ് ആൻഡ് സ്പെഷ്യൽ ടീച്ചേഴ്സ്, എല്ലാവരും ഇവിടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്, നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സ്കൂളാണെങ്കിലും മാഡം ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂവെങ്കിലും മാഡം ആദ്യമേ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാഡം വന്നതിന് ശേഷം 2-3 സ്കൂളുകൾ മാഡത്തിൻ്റെ കൂടെ പോകാൻ സാധിച്ചു. മാഡം എനിക്ക് നേരത്തെ പരിചയമുള്ള മാഡമാണ്. ഞാൻ നേരത്തെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നപ്പോൾ അവിടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ജില്ലയിൽ വന്നിട്ട് കുറച്ച് ദിവസം എങ്കിലും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു മാഡമാണ് നമ്മുടെ. എല്ലാവർക്കും ഇത് തിരിച്ചെത്തി വീണ്ടും ഒരുമിച്ച് ഒരു അധ്യയന വർഷം ഒരുമിച്ച് ചെലവഴിക്കാനുള്ള ഒരു സന്തോഷമാണ് ലഭിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ നമ്മുടെ പാട്ട് പാടിയ കുട്ടികളുണ്ട്, വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. നേരത്തെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ സമ്മാനങ്ങളുടെ മാറുന്ന കുട്ടികളുണ്ട്. പലതരം കഴിവുകളുള്ള മനുഷ്യരെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്. അപ്പൊ ആ കഴിവുകളെ മാക്സിമം നമുക്ക് പുറത്തെടുത്ത് നമുക്ക് ഏത് കഴിവാണോ, നമുക്ക് ഏത് താലന്താണോ കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് നമുക്ക് സ്കൂളുകളിൽ ലഭിക്കുന്നത്. അതിനുള്ളൊരു എക്കോ സിസ്റ്റം ഇവിടെ വൈസ് പ്രിൻസിപ്പളും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പള് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ പ്രിൻസിപ്പളും ചെയ്യുന്നുണ്ടാവും. ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളുടെ ഓരോ കാര്യത്തിലും ഇടപെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വരുമ്പോൾ. ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ ഒരു പുതിയ അധ്യയന വർഷം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു അധ്യയന വർഷം ആവട്ടെ, ആരോഗ്യവും സന്തോഷവും ഉള്ള ഒരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് കൊല്ലം ജില്ലയുടെ DO എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവരും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഇവിടെ തന്നെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗം നടത്തിയ സിസ്റ്റർ ഉഷമ്മയെ നമുക്ക് സ്വാഗതം പറഞ്ഞ സിസ്റ്റർ ജസമ്മ, നമ്മുടെ ഇന്നത്തെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS, ആശംസകൾ അർപ്പിച്ച DO കൊല്ലം അഖിലാസി ഉദയൻ KAS, അതുപോലെ തന്നെ ഫാദർ PTA റെജിന, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീമതി രജിന. നമ്മുടെ ഇന്നത്തെ ഈ വേദി ഒരു നഷ്ടബോധം തോന്നിയ നമ്മുടെ ഒരു സാന്നിധ്യമുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ സവേരിയമ്മ ഇന്നിവിടെ ഇല്ല. സിസ്റ്റർ സവേരിയമ്മ ഈ വേദിയിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. കാര്യം മുൻകാലങ്ങളിൽ നമുക്ക് ഏറെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്ന പ്രിൻസിപ്പൾ ആയതുകൊണ്ട് ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഞാൻ വളരെ ഓർത്തെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട കുട്ടികളെ, രക്ഷാകർത്താക്കളെ, ഇന്ന് നമ്മുടെ 2026-27 വർഷത്തേക്കുള്ള പ്രവേശന ഉത്സവമാണ്. സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ സ്കൂളിലായിരുന്നു പ്രവേശനോത്സവം പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ സ്കൂളിലെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും രക്ഷകർത്താക്കളെ വളരെയേറെ കരുതലോടെയും സ്നേഹത്തോടെയാണ് നമ്മുടെ പോകുന്നത്. ഒരുപാട് വ്യത്യസ്തമായ കഴിവുകളാണ് നോക്കാല്ലേ. അവരുടെ കഴിവുകൾ കണ്ടെത്തി അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകാനും പരിശീലനം നൽകാനും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിൽ വിജയിക്കുന്നുണ്ട്. രമലാഹൃദയ സ്പെഷ്യൽ സ്കൂൾ പടിയാറ്റൻകുഴിയിൽ വെച്ച് നടന്ന ഈ വർഷത്തെ പ്രവേശനോത്സവം 2026 ഏറെ ഭംഗിയായും വിജയകരമായ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. ഈ
ഈ മംഗളകരമായ ചടങ്ങിന് പ്രകാശം വരുത്തിയ എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ച സിസ്റ്റർ ഉഷിറ്റ മേരി ഞങ്ങളോടൊപ്പം പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിൽ എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS-ന് എൻ്റെയും സ്കൂളിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വർഷം 3 കുഞ്ഞുങ്ങളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അവര് മോന്റെ പേര് അദ്വൈതലാണ്. കുഞ്ഞിന്റെ അമ്മ ചാതന സ്കൂൾ ടീച്ചറാണ്. മോനെ നിൽക്കുന്ന ആന്റിയാണ്. സ്ഥലം മോന്റെ പേര് ആദം മുഹമ്മദ്. മോന്റെ മകളുടെ കുഞ്ഞ് പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ.